അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഓർക്കാപ്പുളിയായിട്ട് അച്ചാറിടട്ടോ. അപ്പോൾ നമ്മളെ മരത്തുമ്മ നല്ല ഓർക്കാപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ ഇടുമ്പോൾ ഓർക്കാപ്പുളിൻ്റെ തോലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, തെങ്ങിന് വളം ഇടുമ്പോഴേ ഓർക്കാപ്പുളിൻ്റെ തോലൊക്കെ വെട്ടിയിട്ട് തെങ്ങിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീരെ ഇല വെക്കാതെ അപ്പോൾ നല്ല അങ്ങോട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്മേന്നൊക്കെ നമുക്ക് ആവശ്യത്തിലുള്ള ഓർക്കാപ്പുളിയൊക്കെ നുള്ളിയെടുക്കട്ടോ. ഞാൻ നുള്ളിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നമ്മളെ കൂടെ ഉണ്ട്. ഓർക്കാപ്പുളിയൊക്കെ പൊട്ടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്ന ഓർക്കാപ്പുളി കേട്ടോ. നമുക്ക് നല്ല കഴുകിയിട്ട് നല്ല ചെറുതാക്കി മുറിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളുള്ളി ഇഞ്ചും ഒരു കഷ്ണം ശർക്കര, കുറച്ച് പിന്നെ എള്ളെണ്ണ, കായം, വേപ്പിൻ്റെ ഇല, സുർക്ക, പിന്നെ ഉലുവയും പിന്നെ കടുകും കൂടെ ഞാൻ പച്ചയാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. മിക്സിയിൽ ചാറിട്ടിട്ട് ഒന്ന് ചതച്ചിട്ടാട്ടോ. പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. പിന്നെ ഞാൻ കാശ്മീരി മുളകാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ കളറുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നല്ലോണം ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓർക്കാപ്പുളിയിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടുണ്ടാക്കണം, നല്ല ടേസ്റ്റാട്ടോ അച്ചാർ. അത് ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു കുത്തണ പുളിയാവും. അതുകൊണ്ട് പിന്നെ വെന്ത് കഴിഞ്ഞാലും കുറേയൊക്കെ ആ കുത്തണ പുളി കുറച്ച് ചുരുങ്ങി കിട്ടും. പിന്നെ നമ്മൾ ഈത്തപ്പായോ ചെറുനാരങ്ങ ഇട്ടാലും ഉണ്ടാവും പുളി, അതും പുളിയല്ലേ. പിന്നെ ശർക്കര എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് കുറച്ച് ദിവസം അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടാ. കടുക് പൊട്ടി വെച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലേന്ന്. ഞാൻ വേപ്പിൻ്റെ ഇല ഒരു പിടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി കേട്ടോ ചതച്ചിട്ട് കൊടുക്കണത്. അപ്പോഴും ഇഞ്ചും വെളുത്തുള്ളിക്കൊന്നും വില കുറഞ്ഞിട്ടില്ല, നല്ല വിലയാണ്. അച്ചാറിടാനൊന്നും തോന്നൂല ഇപ്പോൾ. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നല്ല വില. അച്ചാറിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇല്ലാട്ട് പറ്റില്ല. ഇതൊന്ന് നല്ലൊന്ന് എണ്ണയിൽ കിടന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ലൊരു മൂപ്പാവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ ഞാൻ ഉലുവയും കടുകും കൂടെ പച്ചങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ടാണ് ചതച്ച് വെച്ചാട്ടാ. അത് നമുക്ക് ഇതിലേക്ക് തരിപ്പായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പിന്നെ അച്ചാറിലൊക്കെ അങ്ങനെ കടുകൊക്കെ ഇതാക്കി വെച്ചാൽ. അപ്പോൾ അതൊന്ന് എണ്ണയിൽ കിട്ടുന്നൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്തിട്ടാണെങ്കിൽ നല്ല പൊടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചയിൽ പൊടിച്ചിട്ടിട്ടാ. അപ്പോൾ നല്ലൊരു തരിപ്പായിട്ട് ഇങ്ങനെ അച്ചാറിൻ്റെ ഇതിൽ ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് അച്ചാറിൽ കിടന്നതിന് ശേഷം നമ്മൾ അച്ചാർ കൂട്ടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ. നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളകാട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. ഒരു 3 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ അച്ചാറിന് ഒരു കളർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാട്ടാ. പിന്നെ എരിവും കുറച്ച് കുറയും. ഇനി ഇത് നല്ലൊന്ന് ഇതുപോലെ ഒന്ന് ഇതാകട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈത്തപ്പായ ഉണ്ട് കേട്ടോ. ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ട് കുറച്ച് സുർക്ക ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സുർക്ക നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചിട്ട് നല്ല തിളച്ച് പറഞ്ഞാൽ ആ സുർക്കൻ്റെ ഈ പറഞ്ഞാൽ ഒരു കുത്തണ ചുവ ഉണ്ടല്ലോ, അത് പോട്ടാ. നമുക്ക് ഇതിലേക്ക് ഈത്തപ്പായ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈത്തപ്പായ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ കാരണം അത് കല്ലുപ്പാണ്. കല്ലുപ്പ് കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഈത്തപ്പായ നല്ല വെന്ത് ഉടഞ്ഞിതാവണം കേട്ടോ. അപ്പോഴാണ് ഈ അച്ചാറിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈത്തപ്പായ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഈത്തപ്പായം നല്ല ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ല ഈത്തപ്പായാണ്, നല്ല അരിഞ്ഞാണ്ടുള്ള ഈത്തപ്പായ ഉണ്ടല്ലോ, അതാണ് ഇട്ടത്. ചൂട് തട്ടി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അരിഞ്ഞ് വരും അത്.
അപ്പം ഇനി ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് ഈ ശർക്കര ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 2 കട്ടി ശർക്കര എന്നിട്ടാ ഒട്ടിയാണ്ടുള്ളതിന്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചാണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ ഉള്ളിൽ അലിഞ്ഞ് ചേരട്ടെ. ഇതെല്ലാം കൂടെ ആകുമ്പോഴേ കുറഞ്ഞൊരു മധുരത്തിൻ്റെ ഇതുണ്ടാവുള്ളൂ. ഓർക്കാപ്പുളി നല്ല പുളിയല്ലേ. ഇനി ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കട്ടോ. ഈ അച്ചാർക്ക് നമ്മൾ ഈ കായത്തിനെക്കാട്ടി നല്ലത് കട്ടക്കായ കേട്ടോ. എൻ്റെ അടുത്ത് കട്ടക്കായും കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. ഇതിനെക്കാട്ടിയും നമുക്ക് അച്ചാറിനൊക്കെ ഇടുമ്പോൾ കട്ടക്കായ ഇട്ട് കൊടുത്ത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അതത്ര തന്നെ ടേസ്റ്റ് പോരാ. സാമ്പാറിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ നമുക്ക് കുറച്ച് ഓർക്കാപ്പുളി ഇത് ഇട്ട് കൊടുക്കട്ടെ. മുഴുവനും കൂടെ ആദ്യം ഇടാൻ കഴിയില്ല. അപ്പോൾ കുറച്ചുകൊണ്ട് ആവി ഒന്ന് അതിൻ്റെ ശേഷം ഒന്ന് ഒതുങ്ങും അത്. പിന്നെയും നമുക്കങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നാ കൊള്ളൂല പച്ചയിലിട്ടാൽ. ചൂട് കയറി കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി കിട്ടും അത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളതല്ലേ, വെള്ളം ഇങ്ങനെ കക്കി കക്കി വരും കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഓർക്കാപ്പുളി അത് നിസ്സാറാക്കണ്ട, നമുക്ക് ചോറ്റക്ക് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് കുറച്ച് ദിവസം ഒരു 8 ദിവസമെങ്കിലും നിങ്ങൾ വെച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുപ്പിയിലാക്കിയിട്ട്. എന്നാൽ തന്നെ നല്ല ടേസ്റ്റാട്ടോ. ഇട്ടപാട് കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു അച്ചാറിനൊരു പാക്കറ്റ് രസം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്തുകൊണ്ട് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ 3 പ്രാവശ്യമായിട്ട് അപ്പം ഇനി ഇതിടാനുള്ളത്. ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിൽ കൊള്ളൂല. പിന്നെ ഇത് വാടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ കൊള്ളാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ. അത് നമ്മളിതെല്ലാതും മിക്സ് ചെയ്തിട്ട് ഇനി ഇടാനുള്ളതും കൂടെ ബാക്കിയും കൂടെ ഇട്ടതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്താണ് നമുക്ക് മൂടിയോണ്ട് നല്ലൊന്ന് മൂടി കൊടുത്താൽ നല്ല ഉഷാറിൽ വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പുറന്തള്ളപ്പെടും. അപ്പോൾ നമുക്കതിൽ ആവശ്യത്തിലുള്ള വെള്ളവും ഉണ്ടാവും, മസാലയാവും കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ ഉണങ്ങിയാണ്ടല്ലേ, ഇതിലിപ്പോൾ വെള്ളമില്ലല്ലോ, എണ്ണ ഒഴിക്കണം സുർക്ക ഒഴിക്കണം ഒന്നും വിചാരിക്കണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ആദ്യം ഇട്ട ഒന്ന് ഒതുങ്ങി വരും, അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂടി വെച്ചാണ്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചില്ലി ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ ഇതും ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകിൻ്റെ തെരപ്പായി പൊടിച്ചതാണ് കേട്ടോ. നമ്മളിത് യവമാളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ലോടത്തോടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടിയിട്ടാണ് കത്തിക്കണം. അപ്പോൾ തന്നെ വെള്ളം പൊന്തുണ്ട് കേട്ടോ. കണ്ടോ, അടിയിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊപ്പം വെള്ളം വരും നമ്മൾ കുറച്ച് നേരം മൂടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മേലേക്കൊന്നും വെള്ളം കാണുന്നില്ല. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കത്തട്ടെ കേട്ടോ. ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ സാധനമല്ലല്ലോ, മരുന്നൊന്നും അടിച്ചൊന്നുമില്ല. ഉണ്ടാവും നല്ല വെള്ളം വന്നില്ലേ. കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടിട്ടുള്ളൂ, അതൊന്നും വെള്ളം അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടെ ഇനി മൂടിയിട്ടാണ് കത്തിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോളിത് വെന്ത് ഉടയൊന്നുമില്ല അത്ര എളുപ്പമൊന്നും കേട്ടോ. നല്ലോടത്ത് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും കൂടെ മൂടിയിട്ടാണ് കത്തിക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മളെ ചാനലിൽ പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കട്ടോ. ഞാൻ കുറച്ചും കൂടെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കട്ടക്കായത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയായാലും ഇത് വരില്ല. ഇത് കുറേ ഇട്ട് കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു രുചി ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടോ. നമുക്കൊന്നും കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് മൂടിയിട്ട് കത്തിക്കുക. അപ്പോൾ ഇതിഞ്ഞൊന്നും നമ്മൾ മൂടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇനിയും വരും കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം നല്ലൊന്ന് ഒതുങ്ങാണ്ടിത്. അപ്പോൾ അതിങ്ങനെ വേവ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. അച്ചാറിന് ആവശ്യത്തിലുള്ള വെള്ളം നമുക്കുണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മൾ ശർക്കരയും ഈത്തപ്പായൊക്കെ ഇട്ടുകൊണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു മധുരവും ഒരു പുളിയും കൂടെ കലർന്നൊരു അച്ചാറാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനിട്ടോ. അപ്പം ഉണ്ടോ നല്ല വെള്ളം പൊന്തി വന്നില്ലേ. നമ്മൾ അച്ചാറിട്ട് നേരത്തെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി കൊടുക്കട്ടോ. അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ നമ്മൾ അച്ചാറിൻ്റെ പണിട്ടാ. മുറിച്ച് ഉണ്ടാക്കണ കഴുകി മുറിച്ച് ഉണ്ടാക്കണ താമസം മാത്രമേ ഉള്ളൂ. അടിപൊളി അച്ചാറാട്ടാ. ചോർക്കൊക്കെ കുറച്ചത് മതി, നല്ല ടേസ്റ്റാണ്. ഇഷ്ടം പോലെ ചോറും തിന്നട്ടെ. എന്തെങ്കിലും ഒരു കൂട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടായാലും മതി. നമുക്ക് വയറ് നിറയെ ചോറ് ഈ കൂട്ടാം ഈ അച്ചാർ കൂട്ടിയിട്ടാ. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.